വടക്കൻ പാട്ടിലെ കഥ 6-ാം ദിവസത്തിലേക്ക്. ഇന്നത്തെ പ്രഭാതം കുങ്കിയമ്മയ്ക്കും കോമനും പുതിയ പ്രഭാതം കാഴ്ചവെക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 90-ാം വീട്ടുകാരുടെ കുടിപ്പക ഇന്നത്തെ ദിവസത്തോടെ അലിഞ്ഞില്ലാതാവട്ടെ എന്ന പ്രാർത്ഥനയോടെ കോമൻ പൂജയ്ക്കൊരുങ്ങി. ചന്ദനക്കുറി, തിലകം, പൊൻതിലകം എന്നിവയും കസ്തൂരിയും കളപ്പവും കൊണ്ടുള്ള കുറികളും വരച്ച് ചന്ദന തൈലവും പൂശി ആയുധ പൂജയും കഴിച്ച് അങ്കക്കച്ചയെടുത്ത് കോമൻ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട 3 ചടങ്ങുകൾ മംഗളമാക്കാനുള്ള ആവേശത്തോടെ കുങ്കിയമ്മയും ഒരുങ്ങി. മകൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മോചിപ്പിച്ച് താലി കെട്ടുന്ന ചടങ്ങ്, 90-ാം വീടർ കപ്പുള്ളിപ്പാലാട്ടുകാരെ കുടിപ്പക കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന കറുത്ത ചരട് എന്നേക്കുമായി അറ്റുവീഴുന്ന മറ്റൊരു ചടങ്ങ്, പിന്നെ പോരാട്ടത്തിൻ്റെ പൂരം. ഈ 3 ചടങ്ങുകളാണ് കുങ്കിയമ്മയിൽ ആവേശം കൊള്ളിച്ചത്. കോമൻ ഒരുങ്ങിയിറങ്ങി. മകൻ്റെ മുൻപിൽ അമ്മ ഒരു പെട്ടകവും വെള്ളിത്തൂക്കുപാത്രവും വച്ചു. മോനെ, നീ വെറുതെ പെണ്ണിനെ പിടിച്ചിറക്കി പോരരുത്. അവൾക്ക് വേണ്ടി ഞാൻ വാങ്ങി വച്ചിട്ടുള്ള ആടയാഭരണങ്ങളാണ് ഈ പെട്ടകത്തിൽ. ശരിക്കും ഒരു മണവാട്ടിയായി ഇതവൾ അണിയണം. ഈ വെള്ളിപ്പാത്രത്തിൽ നിങ്ങൾക്കൊരുമിച്ചിരുന്ന് സദ്യയുണ്ണാനായിട്ടുള്ള ചമ്പാവ് ചോറും പാലാട്ടച്ചാറുകളും പിന്നെ പാലടപ്രഥമനുമാണ്. 2 തൂശനിലകൾ കൂടി മുറിച്ചു വയ്ക്കുക. അയ്യപ്പൻ കാവിലുത്സവത്തിന് അമ്മയുടെ വക പ്രത്യേക പൂജയുണ്ടാവും. തച്ചോളിക്കുറുപ്പന്മാരുടെ കൂടെ അമ്മ അവിടെ കാത്തു നിൽക്കും. ചെന്നേടം ചെന്ന് ജയിച്ചു വാ മോനെ എന്നും പറഞ്ഞ് അമ്മ മകനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. കോമൻ 90-ാം വീടിന്റെ പടിപ്പുരയിലെത്തിയപ്പോഴേക്കും മല്ലന്മാർ പ്രത്യക്ഷപ്പെട്ടു. കൈവശമുള്ള അടവുകളുടെ ചെറിയൊരു അംശം പുറത്തിറക്കേണ്ടി വന്നില്ല. അതിനിടെ തന്നെ കോമന് അവരെ പടിപ്പുര അറയിൽ പൂട്ടിയിടാൻ കഴിഞ്ഞു. പടിവാതിൽ കടന്ന കോമൻ ഉണ്ണിയമ്മയെ പൂട്ടിയിട്ട ഇരുമ്പഴിയുടെ 7 താഴുകൾ വെട്ടിപ്പൊളിച്ച് ഉണ്ണിയമ്മയെ സ്വതന്ത്രയാക്കി. കോമൻ പറഞ്ഞതനുസരിച്ച് അമ്മ കൊടുത്തുവിട്ട ആടയാഭരണങ്ങൾ അണിഞ്ഞ് അവൾ പുതുമണവാട്ടിയായി. പിന്നീട് കുങ്കിയമ്മ കൊടുത്തയച്ച സദ്യയും കഴിച്ച് അവർ അയ്യപ്പൻകാവിലേക്ക് പുറപ്പെട്ടു. അയ്യപ്പൻകാവിൽ പൂരം പൊടി പൊടിക്കുന്നു. ഒരു ഭാഗത്ത് കുങ്കിയമ്മയും ഒതേനക്കുറുപ്പും സഹോദരനായ ചാപ്പനും കോമന്റെ വരവും കാത്ത് ആകാംക്ഷയോടെ ഇരിക്കുന്നു. മറുവശത്ത് 90-ാം വീട്ടിലെ 10 കുറുപ്പന്മാർ പ്രമാണികളായി ചമഞ്ഞ് അനുയായികളോടൊപ്പം ചുറ്റിക്കറങ്ങുന്നു. ഒരു ഭാഗത്ത് ചെണ്ടമേളം പൊടിപൊടിക്കുന്നു. ഇതിനിടെ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് പെട്ടെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവീ ദേവന്മാരെ പോലെ പാലാട്ട് കോമനും ഉണ്ണിയമ്മയും തച്ചോളി ഒതേനന്റെ കൊമ്പനാനപ്പുറത്ത് എഴുന്നള്ളുകയാണ്. വേഗം തന്നെ ഒതേനനും ചാപ്പനും തച്ചോളിപ്പടയും അവർക്കരികിലെത്തി. അകലെ നിന്നും ഈ കാഴ്ച കണ്ട കുറുപ്പന്മാർ ഞെട്ടി. മൂത്ത കുറുപ്പിന്റെ നിർദ്ദേശത്താൽ മറ്റു കുറുപ്പന്മാരും അനുയായികളും വാളും പരിചയം വീശി കുതിച്ചു. കോമന്റെ ഉറുമി ഒരു കൊള്ളിമീൻ പോലെ ഇളകി മിന്നി. കുറുപ്പന്മാരുടെയും അനുയായികളുടെയും വാളുകൾ എങ്ങോട്ടൊക്കെയോ ചിന്നിച്ചിതറി. ഒടുവിൽ കോമന്റെ വാളിന് മുൻപിൽ കുറുപ്പന്മാരുടെ തല അറ്റുവീഴുമെന്ന് കണ്ടപ്പോൾ ഒതേനനും ചാപ്പനും ഇടപെട്ടു. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ കുറുപ്പന്മാരോട് പിന്മാറാൻ അവർ ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് കഴുത്ത് ഞെരിക്കാൻ കിട്ടാതെ പോയ കുങ്കിയമ്മയുടെ ഏക ആൺതരിയായ ഇവൻ നിങ്ങളുടെ പെങ്ങളെ വേട്ടുകഴിഞ്ഞു. ഇനി താലികെട്ട് എന്ന ചടങ്ങ് മാത്രമേയുള്ളൂ. അതിവിടെ ഈ അമ്പലനടയിൽ വച്ച് നടക്കും. ഇനിയും കുടിപ്പകയും കൊണ്ടാണ് നിങ്ങളുടെ നടപ്പെങ്കിൽ ഇവന്റെ കൂടെ നിന്ന് 90-ാം വീടിന്റെ അടിത്തറ ഇളക്കിയിട്ടേ ഞങ്ങൾ തിരിച്ചു പോകൂ, ഒതേനക്കുറുപ്പ് ഓർമ്മിപ്പിച്ചു. ഉടനെ കുറുപ്പന്മാർ എല്ലാ അപവാദങ്ങളും പൊറുക്കണേ എന്ന് പറഞ്ഞ് കേണപേക്ഷിച്ചു. ഇനി ഞങ്ങൾക്ക് ആരോടും കുടിപ്പകയില്ല, ജീവിക്കാൻ അനുവദിക്കണം എന്നവർ അപേക്ഷിച്ചു. ഒതേനൻ കുങ്കിയമ്മയുടെ കൈപിടിച്ച് കുറുപ്പന്മാരുടെ അടുത്തെത്തി. ധീരനായ പാലാട്ടുകോമനെ പ്രസവിച്ച വീരമാതാവ് ഇവൾ കുങ്കിയമ്മ. കുറുപ്പന്മാർ അവളുടെ മുഖത്തേക്ക് നോക്കാനാകാതെ തലകുനിച്ചു. വീണ്ടും ഒതേനൻ പറഞ്ഞു തുടങ്ങി. ഇവൾ പ്രസവിച്ച 9 ആൺമക്കളും നിങ്ങളുടെ കുടിപ്പകയിൽ എരിഞ്ഞടങ്ങി. 10ാമത്തെ ഈ പുത്രനെ കല്ലറയിൽ ആരും കാണാതെ ഇവൾ വളർത്തിയെടുത്തത് നിങ്ങളുടെയൊക്കെ കഴുത്തറക്കാൻ. ഇവളൊന്ന് നിർദ്ദേശിക്കുകയേ വേണ്ടൂ. ഇവളുടെ ഈ മകൻ അത് പ്രാവർത്തികമാക്കും. കുങ്കിയമ്മയുടെ തീ പാറുന്ന നോട്ടത്തിൽ കുറുപ്പന്മാർ നിന്ന് വിറച്ചു. ഒടുവിൽ കുങ്കിയമ്മ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. കാരണം ആനപ്പുറത്തിരിക്കുന്നത് എന്റെ മരുമകൾ. അവളുടെ സഹോദരന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരുന്നു. കുറുപ്പന്മാർ കൂട്ടത്തോടെ കുങ്കിയമ്മയുടെ കാൽക്കൽ വീണു. ആനപ്പുറത്ത് നിന്ന് കോമന്റെ കൈപിടിച്ചിറങ്ങിയ ഉണ്ണിയമ്മയെ ജനം ആവേശത്തോടെ വരവേറ്റു. അവിലെ പൂരം കഴിഞ്ഞ് മടങ്ങിയ ജനം മറ്റൊരാഘോഷത്തിന് വട്ടം കൂട്ടി. അതിന് മുൻകൈയെടുത്തത് 90-ാം വീട്ടിലെ കുറുപ്പന്മാർ തന്നെ.
ആനപ്പുറത്തേറിയ വധൂവരന്മാരെ വായ്ക്കുരവയോടും വാദ്യമേളങ്ങളോടും കൂടി 90-ാം വീട്ടിലേക്ക് ആനയിച്ചു. 90-ാം വീട്ടിലെ മുറ്റത്ത് വളരെ വേഗത്തിൽ ഒരു പൂപ്പന്തലും കല്യാണ മണ്ഡപവും ഒരുങ്ങി. ഉണ്ണിയമ്മയുടെ കഴുത്തിൽ കോമൻ വച്ചുകൊടുത്ത മിന്നു കെട്ടാൻ ഒരു സുന്ദരി കൂടി ഉണ്ടായിരുന്നു. കോമനെ പ്രസവിച്ച ദിവസം അവനെ രക്ഷിക്കാൻ ഒരു ദേവതയായി പിറന്ന ചിരുതയുടെ മകൾ ചിരുദേവി. കുറച്ചു ദിവസമാണെങ്കിലും കുങ്കിയമ്മയുടെ മകളായി അവൾ കഴിഞ്ഞു. അതുകൊണ്ടുതന്നെ കോമൻ അവളെന്നും നേർപ്പെങ്ങൾ. ഔപചാരികമായ സദ്യയും ചടങ്ങും കഴിഞ്ഞ് അവരങ്ങനെ കപ്പുള്ളിപ്പാലാട്ടയ്ക്ക് തിരിച്ചു. പകയും വാശിയും നാശമേ വിതയ്ക്കൂ. ഒരുമയോടെയും സ്നേഹത്തോടെയും പൊരുതി മുന്നേറുന്നതാണ് നാടിന് നല്ലത്. താങ്ക് യു.